Hello everyone, welcome to my YouTube channel Crafting with Love Ami. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഒത്തിരി നാളിന് ശേഷമാണ് ഞാൻ ഫേസ് ഒക്കെ കാണിച്ചൊരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പച്ചപ്പും ഹരിതാപയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നൊരു വീഡിയോ എടുക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് രാവിലെ തൊട്ട് ഫുൾ ഇങ്ങനെ മൂടി അടച്ച് കിടക്കുവാണ്. എപ്പോൾ മഴ പെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നല്ല തണുപ്പും ഒരു അടിപൊളി ക്ലൈമറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഡിസംബർ മാസമൊക്കെ അല്ലേ, എൻ്റെ ഒരു ഫേവറേറ്റ് മന്താണ് ഡിസംബർ എന്നുള്ളത്. അപ്പം ഞാൻ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് ഞാനെൻ്റെ വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. വീഡിയോ എടുത്തിട്ട് ഒരു 2 ദിവസമൊക്കെ ആയി. ആദ്യമായിട്ട് ഞാനൊരു ക്രിസ്മസ് ട്രീ ഒക്കെ മേടിച്ചു. അപ്പം ഞാനതിങ്ങനെ വളരെ കഷ്ടപ്പെട്ടിരുന്ന് പണിഞ്ഞ് ഞാനതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ബാൽക്കണി അത്യാവശ്യം കുറച്ച് സീരിയൽ ലൈറ്റൊക്കെ ഇട്ട് ഞാൻ അതിനെ ഒന്ന് മൊത്തത്തിലൊന്ന് ഇലൂമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു സ്റ്റാർ ഞാൻ തൂക്കി. അപ്പം ഇതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ വീട് അലങ്കരിക്കുന്നത് പ്രമാണിച്ച് ഞാൻ ആദ്യം തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് അതിൻ്റെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു സെക്ഷനിൽ പോയി എനിക്കിഷ്ടപ്പെട്ട കുറേ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് ക്രിസ്മസ് പാപ്പ ഇങ്ങനെ പാടിക്കൊണ്ട് ഡാൻസ് കളിക്കുന്ന ക്രിസ്മസ് പാപ്പയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് ഞാൻ മേടിച്ച ക്രിസ്മസ് ട്രീ. ഇത് ആകെയുള്ള ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ എൻ്റെ ഹൈറ്റിനുള്ള ക്രിസ്മസ് ട്രീ വേണം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ക്രിസ്മസ് ട്രീയും നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ റീത്തും ഈ ഗാർലൻഡൊക്കെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ DIY ക്രിസ്മസ് ട്രീ ഒക്കെ ചെയ്തില്ലേ, അതിൻ്റെ ബാക്കി സംഭവങ്ങളും പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെയാണ്. ഇതൊക്കെ ഞാൻ പുതിയതായിട്ട് മേടിച്ചതാണ്. പിന്നെ ഈ സീരിയൽ ലൈറ്റൊക്കെ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. ഈ സ്റ്റാറും എക്സ്ട്രാ ഞാൻ മേടിച്ചതാണ് ഈ പ്രാവശ്യം. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ട്രീ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, ഒത്തിരി ബ്രാഞ്ചസും അതിനകത്ത് കുറേ സബ് ബ്രാഞ്ചസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് പിരിച്ച് ഇങ്ങനെ എടുക്കണം. അത് ഒത്തിരി സമയം എടുത്തു എനിക്ക്. ഓൾമോസ്റ്റ് എനിക്കൊരു 40 മിനിറ്റ്സോളം എനിക്കെടുത്തു ഇതിങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ ഇതിൻ്റെ ബ്രാഞ്ചസും അതിൻ്റെ സബ് ബ്രാഞ്ചസും ഒക്കെ ആയിട്ട് അതിനിങ്ങനെ പിരിച്ച് അതിനെ ഒന്ന് ഫ്ലഫിയാക്കി എടുക്കാനൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ നമ്മുടെ ക്രിസ്മസ് ട്രീന് ഞാൻ ഒന്ന് ജീവൻ വെപ്പിച്ച് ഞാൻ എടുത്തതാണിത്. ഇനി ഇതിൻ്റെ താഴെ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വെൽവെറ്റിൻ്റെ ഒരു ക്ലോത്ത് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തു. ഒന്ന് സ്ക്വയർ ഷേപ്പിലൊക്കെ ഞാൻ അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതൊന്ന് അലങ്കരിക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അലങ്കരിക്കുന്നത്. ഇത് നമ്മൾ മേടിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. പല ഈ ഡെക്കറേറ്റീവ് ഐറ്റംസിൻ്റെ കൂടെ വലുതും ചെറുതും മീഡിയവും ചെറുതും ഒക്കെ ആയിട്ട് നല്ല രസമില്ലേ, ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്കിനി നമ്മുടെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാം. അപ്പോൾ ഇത് ഏതാണ്ടൊക്കെ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഞാനിങ്ങനെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി സാധനങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെയും കുറേ സാധനങ്ങളുണ്ട്. ഗിഫ്റ്റ് ബോക്സും പിന്നെ ഡ്രംസും മെരിഗോ റൗണ്ടും സ്റ്റാർസും പിന്നെ കണ്ടില്ലേ ഈ ഒരു വലിയ ക്രിസ്മസ് പാപ്പ, പിന്നെ അതുപോലെ കുട്ടി ക്രിസ്മസ് പാപ്പ ഒരു 6 കണ്ടുണ്ടായിരുന്നു. ഞാനത് അവിടെ ഇവിടെയൊക്കെ ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാനിങ്ങനെ പുറമേ കാണുന്ന ആ ഒരു ആംഗിളിലാണ് ഞാൻ കൂടുതൽ ഞാനിങ്ങനെ നിറച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. പുറകിലൊന്നും ഞാൻ അത്രയ്ക്ക് അങ്ങനെ ഇട്ടിട്ടില്ല. ഈ ലാസ്റ്റായിട്ട് നമ്മുടെ ട്രീ ടോപ്പർ, അതാണ് ഞാനിതാക്കി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ ഈ ട്രീ ടോപ്പർ. അപ്പോൾ ഇതും ഞാനിങ്ങനെ വെച്ച് കൊടുക്കും. ഇതിന് മുകളിലൊരു തിന്നായിട്ടുള്ളൊരു കമ്പി ആയതുകൊണ്ട് അങ്ങനെ കുത്തി ഇറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിതങ്ങ് കെട്ടി വെച്ചു ഇതിൻ്റെ പുറത്തായിട്ട്. നല്ല രസമായിരുന്നു, നല്ല ഗോൾഡൻ കളറിൽ ഇങ്ങനെ മെരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ട് ഒരു അടിപൊളി സ്റ്റാർ ട്രീ ടോപ്പറായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ താഴെയൊക്കെ കുറേ ബാക്കി വന്ന സാധനങ്ങളൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി സ്കാറ്റർ ചെയ്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സീരിയൽ ലൈറ്റും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇതൊരു വാം ലൈറ്റ് ആയിരുന്നു ഞാൻ ഇട്ട് കൊടുത്തത്. പക്ഷേ എനിക്കതിങ്ങനെ എല്ലാം ലൈറ്റൊക്കെ ഓഫ് ചെയ്തപ്പോൾ എനിക്ക് അത്രയ്ക്കൊരു പഞ്ച് തോന്നിയില്ല. അപ്പോഴേക്കും ഞാൻ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഞാനിങ്ങനെ പല കളറുള്ള ഒരു സീരിയൽ ലൈറ്റ്, ഇത് ആക്ച്വലി സീരിയൽ ലൈറ്റുള്ള ഒരു വലിയ ടേപ്പാണ്, അതിങ്ങനെ അവിടെ ഇങ്ങനെ ചുറ്റി അങ്ങനെയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെ മൊത്തം ലൈറ്റൊക്കെ ഓഫ് ചെയ്തപ്പോഴാണെങ്കിൽ ഒരു അടിപൊളി ഒരു നല്ലൊരു കിടില ആംബിയൻസ് ആയി. ആ ഒരു ഫുൾ റൂമിനെ തന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് മാറ്റി മറിച്ചു കേട്ടോ ഈ ഒരു ലുക്ക്, ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ ലുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ പുറത്തെ ബാൽക്കണി ഡെക്കറേഷനാണ്. അപ്പോൾ അതിനായിട്ട് കുറേ സീരിയൽ ലൈറ്റും സ്റ്റാറും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ സീരിയൽ ലൈറ്റ് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 90 ഡിഗ്രിയിലാണ് കേട്ടോ നമ്മുടെ ബാൽക്കണി ഇരിക്കുന്നത്. അപ്പോൾ 90 ഡിഗ്രിയിലാണ് ഈ റെയിലിങ്സ് ഇങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത്രയും ആ ഒരു 90 ഡിഗ്രി മൊത്തത്തിൽ ഈ ഒരു സീരിയൽ ലൈറ്റ് ഇടാം, ഇങ്ങനെ സിക്സാഗായിട്ട് ഇങ്ങനെ ചുറ്റി ഇടാമെന്നാണ് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ പണിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഞാനിങ്ങനെ ചുറ്റി ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 2 3 ഒരു 4
ലെയറൊക്കെ ഞാനിങ്ങനെ ചുറ്റി ചുറ്റി വന്നപ്പോഴാണ് ഒരു നഗ്ന സത്യം ഞാൻ മനസ്സിലായത്, പെട്ടു എന്നുള്ളത്. അതായത് ഇത് കണ്ടില്ലേ, മൊത്തം അതിൻ്റെ അപ്പുറത്തെ അറ്റം മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റിപ്പടിഞ്ഞ് ഇനി മൊത്തത്തിൽ കുരുങ്ങി അടാരം അടങ്ങിയൊക്കെ കിടക്കുകയാണ്. അവസരം ഞാനിങ്ങനെ കുത്തിയിരുന്ന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറോളം ഇരുന്നിട്ടാണ് മൊത്തം ഞാൻ പിന്നെ അഴിച്ചെടുത്തത്. പിന്നെ ഇത് ഫുള്ള് ഞാൻ ഇട്ടു. അങ്ങനെ കണ്ടില്ലേ, ഇതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയപ്പോൾ എല്ലാം വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ലെയർ എന്ന് പറയുന്നത്. ഈ സംഭവങ്ങളിൽ സംഭവം ചുറ്റണം ഇവിടെ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണ്? അടുത്ത് നമ്മൾ ഇനി അടുത്ത് ചുറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് സാധനങ്ങളും ഒക്കെ എല്ലാം നമ്മൾ ചുറ്റി എല്ലാം സെറ്റാക്കിയിട്ട് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ പകൽ സമയത്തായതുകൊണ്ടാണ് അത്ര ഒരു എടുപ്പില്ലാത്തത് കേട്ടോ. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇത് മിഷൻ സക്സസ് ആയി എന്നുള്ളതിൻ്റെ ആഹ്ലാദമാണ് ഞാൻ കാണിച്ചത്. ഇതിപ്പോൾ രാത്രി നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇരുട്ടൊക്കെ വന്നപ്പോഴാണ് ഒരു അടിപൊളി സെറ്റപ്പ് ആയത്. കണ്ടില്ലേ, സ്റ്റാർ തൂക്കിയത് ഞാൻ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റാർ തൂക്കിയ ലുക്ക് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.